ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിവാഹത്തെക്കുറിച്ചാണ്. വിവാഹത്തേക്കാൾ ഒരു പെൺകുട്ടിക്ക് അനിവാര്യം സ്വയം പര്യാപ്തതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്ന് എന്നല്ല എന്നും അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫിൽ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരായിരിക്കണം. വിവാഹം പോലും അതിനുശേഷം മാത്രമേ ആകാവൂ. പണ്ട് മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവർ പഠിക്കേണ്ട ആവശ്യമില്ല, അവർ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, അവർ സമ്പാദിക്കേണ്ട ആവശ്യമില്ല. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഭർത്താക്കന്മാർ നോക്കിക്കൊള്ളും. അതാണ് നാട്ടു നടപ്പ്. പക്ഷെ അതിൻ്റെ ഇരകളായി സ്വയം മുരുകിത്തീരേണ്ടി വന്നത് ഒരുപാട് പെൺജന്മങ്ങളാണ്. പെൺകുട്ടികളോട് ഇങ്ങനെയായിരുന്നു പറയുക. അതായത് ഇത്രയും വയസ്സായില്ലേ, ആളുകൾ ഇങ്ങനെ ചോദിക്കും, കുട്ടിയെ വിവാഹം കഴിപ്പിച്ചയച്ചില്ലേ, എന്താ ശരിയാവാത്തത്, അങ്ങനെ. ആൺകുട്ടികളോട് അവരുടെ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് പ്രായമായി വരികയല്ലേ, വീട്ടിലേക്ക് ഒരാൾ വേണ്ടേ, നീ ഒരു കല്യാണം കഴിക്കേ. അപ്പോൾ വീട്ടിലേക്കൊരാൾ വേണ്ടിയത് കൊണ്ടല്ല നിങ്ങളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടത്. വിവാഹം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു കോൺട്രാക്റ്റാണ്. അത് രണ്ട് മനസ്സുകൾ തമ്മിൽ, രണ്ട് ആത്മാവുകൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. അവർ തമ്മിലുള്ള ജീവിതം മനോഹരമാകാനായിരിക്കണം ഒരു വിവാഹം നടക്കേണ്ടത്. അല്ലാതെ കുടുംബത്തിന് വേണ്ടിയോ ആൺവീട്ടുകാർക്ക് വേണ്ടിയോ നാട്ടുകാർ എന്ത് പറയുന്നു വിചാരിച്ചോ അല്ല ഒരു വിവാഹം നടക്കേണ്ടത്. വിവാഹം കഴിക്കാൻ പോകുന്ന, അതിന് തയ്യാറെടുക്കുന്ന എല്ലാ യുവതി യുവാക്കളോടും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. നിങ്ങളതിന് പ്രിപ്പയർഡ് ആണോ? അതുമാത്രമല്ല, ആ പങ്കാളി നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായ ഒരു വ്യക്തിയാണോ? ആ വ്യക്തിയോട് കൂടി ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെറ്റർ വേർഷനിലേക്ക് എത്തും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതൊക്കെ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ സന്തോഷവതി അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കുമോ? അല്ലാതെ വെറുതെ മറ്റൊരാളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല ഒരാളുടെയും ജീവിതം. വിവാഹം നടന്നു കഴിഞ്ഞാൽ തന്നെയും പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏർലി പ്രഗ്നൻസി തടയുക എന്നുള്ളതാണ്. അതായത് പരസ്പരം മനസ്സിലാക്കാതെ പെട്ടെന്ന് തന്നെ മൂന്നാമതൊരാളെ ആ റിലേഷനിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കുക. കാരണം ഞാനുൾപ്പെടെ പലർക്കും പല അറിവുകളും ഇല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. സ്വന്തം ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ നമുക്ക് പൂർണ്ണമായും കഴിയാത്തിടത്തോളം മറ്റൊരു ജീവനെ ഈ ലോകത്തിലേക്ക് വലിച്ചിഴയ്ക്കണോ, അല്ലെങ്കിൽ വലിച്ചിഴയ്ക്കെന്ന് പറയുമ്പോൾ കൊണ്ടുവരണോ എന്നുള്ളത് വളരെയധികം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് മറ്റൊരു ജന്മത്തെയാണ്, മറ്റൊരു ജീവനെയാണ്, ഒരു ജീവിതത്തെയാണ്. അപ്പോൾ അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. അത് മാനസികമായി, ശാരീരികമായും, ഫിനാൻഷ്യലിയും എല്ലാം കൂടി നമ്മൾ പ്രിപ്പയർഡ് ആയി എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെയും അവരെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ വരും. ഇതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വിവാഹത്തിനല്ല ധൃതി കൂട്ടേണ്ടത്. വിദ്യാഭ്യാസം നൽകി അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക. അതുമാത്രമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നറിയാതെ, മക്കളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാവാതെ സ്വന്തം ജീവനൊടുക്കിയ ഒരുപാട് പെൺജന്മങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്.